ഹായ് ഓൾ, വെൽക്കം ടു ടെക് മലയാളം. ഇന്ന് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഓൺലൈനിൽ ഷോപ്പ് ചെയ്യാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടായിരിക്കില്ല. ആരും തന്നെ എന്ന് പറയല്ല, ഒരു സാധനം പോലും നമ്മൾ ഓൺലൈനിൽ വാങ്ങിക്കാത്തവരായിട്ട് വളരെ ചുരുക്കം ആളുകളെ ഉണ്ടായിരിക്കുള്ളൂ. കടകളിൽ നേരിട്ട് പോയി സാധനങ്ങൾ വാങ്ങുന്നതിന് പകരം നമുക്ക് കസ്റ്റമർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നേരിട്ട് എത്തിക്കുക എന്ന ആശയത്തിന് തുടക്കം കുറിച്ചിട്ട് 25 വർഷം പിന്നിട്ടിരിക്കുകയാണ്. ലോകത്തെ ഏറ്റവും വലിയ കമ്പനികളിൽ ഒന്നായ ആമസോൺ 1994 ജൂലൈ 5 തുടക്കമിട്ടത്. അന്നാണ് ആമസോണിന്റെ ഫൗണ്ടറും സിഇഒയുമായ ജെഫ് ബെസോസ് എന്ന വ്യക്തി ആമസോൺ എന്ന പേരിൽ കമ്പനി രജിസ്റ്റർ ചെയ്യുന്നത്. കസ്റ്റമേഴ്സ് നേരിട്ട് സാധനങ്ങൾ വാങ്ങുന്ന രീതിക്ക് ഒരു പൊളിച്ചെഴുത്ത് നടത്തിയത് ആമസോൺ എന്ന കമ്പനിയുടെ വരവോടെയായിരുന്നു. ഓൺലൈൻ ഷോപ്പിംഗിന്റെ സാധ്യതകൾ മനസ്സിലാക്കിയത് ആമസോൺ എന്ന കമ്പനിക്ക് വലിയ നേട്ടങ്ങൾ കൈവരിക്കാൻ അവരെ കൂടുതൽ സഹായിച്ചു എന്ന് വേണം പറയാൻ. ഇന്ത്യക്കാരെ ഓൺലൈൻ വിപണിയുടെ സാധ്യതകൾ മനസ്സിലാക്കി തന്ന ഫ്ലിപ്കാർട്ടിന്റെ സ്ഥാപകരായ ബിന്നി ബൻസാൽ, സച്ചിൻ ബൻസാൽ എന്നിവർ ആമസോണിൽ ജോലി ചെയ്തവരാണ്. ആമസോണിന്റെ ഓണറായ ജെഫ് ബെസോസ് ആണ് ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരൻ. 2019 ജൂണിലെ കണക്ക് പ്രകാരം $156 ബില്യൺ ആണ് അദ്ദേഹത്തിന്റെ നെറ്റ്വർത്ത്. അതായത് ഇന്ത്യൻ റുപ്പീസ് ഏകദേശം 10,69,000 കോടി രൂപയോളം വരും. ഇനി ആമസോണിനെ കുറിച്ചും ജെഫ് ബെസോസിനെ കുറിച്ചും നിങ്ങൾ അറിയാത്ത, എന്നാൽ നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന കുറച്ച് കാര്യങ്ങൾ പറയാം. തന്റെ കമ്പനിക്ക് ആമസോൺ എന്ന് പേരിടാനുള്ള ബെസോസ് ആഗ്രഹിച്ചത് ആദ്യം ഇടാൻ ഉദ്ദേശിച്ചത് കാഡബ്ര എന്ന പേരായിരുന്നു. അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട വാക്കായ അബ്രകാഡബ്ര എന്ന വാക്കിൽ നിന്നും മുറിച്ചെടുത്താണ് കാഡബ്ര എന്ന പേര് കമ്പനിക്ക് ആദ്യം നൽകാൻ തീരുമാനിച്ചത്. ഇംഗ്ലീഷിൽ മന്ത്രവാദികൾ ഉച്ചരിക്കുന്ന വാക്കാണ് അബ്രകാഡബ്ര എന്നത്. ജെഫ് ബെസോസിന്റെ അഡ്വക്കേറ്റ് ആണ് കാഡബ്ര എന്ന വാക്ക് ഉച്ചരിക്കുമ്പോൾ കാഡവർ, അതായത് ഡെഡ് ബോഡി എന്ന മീനിങ് വരുന്ന ആ ഒരു വേർഡിനോട് സാമ്യമുണ്ട് എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് കാഡബ്ര എന്നൊരു പേര് കമ്പനിക്ക് ഇടാതിരുന്നത്. അടുത്തതായി പറയാൻ പോകുന്നത് ആമസോൺ എന്ന കമ്പനിയുടെ ലോഗോയെ കുറിച്ചാണ്. ഇതിൽ എയിൽ നിന്ന് സെഡിലേക്ക് ഒരു ആരോ ഇട്ടിരിക്കുന്നത് കാണാം. ഇതിൽ 2 കാര്യങ്ങളാണ് ഒളിഞ്ഞിരിക്കുന്നത്. ഒന്ന്, സന്തോഷം പകരുന്ന സ്മൈലി പോലെ തോന്നിക്കും എന്നതാണ്. 2, എയിൽ നിന്ന് സെഡിലേക്കുള്ള ആരോ സൂചിപ്പിക്കുന്നത് എ ടു സെഡ് എന്തും കസ്റ്റമേഴ്സിന് എത്തിച്ചു കൊടുക്കുമെന്നതിനെ സൂചിപ്പിക്കുന്നു. ആമസോൺ എന്ന കമ്പനി ആദ്യമായി തുടങ്ങിയത് പുസ്തക വിൽപ്പനയിലൂടെയാണ്. എന്നാൽ പിന്നീടുള്ള 2 വർഷത്തിൽ ടോയ്സും ഗെയിമുകളും വിൽക്കാൻ തുടങ്ങി. ആദ്യം വിറ്റ ബുക്ക് ഫ്ലൂയിഡ് കോൺസെപ്റ്റ്സ് ആൻഡ് ക്രിയേറ്റീവ് അനലോഗീസ് എന്ന ബുക്കാണ്. 1994 കമ്പനി രജിസ്റ്റർ ചെയ്തെങ്കിലും 1995 ഏപ്രിൽ 3 വിൽപ്പന ആരംഭിച്ചത്. ആദ്യത്തെ മാസം തന്നെ ആഗോളതലത്തിൽ 45 രാജ്യങ്ങളിലാണ് പുസ്തകങ്ങൾ എത്തിച്ചു കൊടുത്തത്. 1995 വിൽപ്പന തുടങ്ങിയെങ്കിലും 6 വർഷത്തിന് ശേഷമാണ് കമ്പനി ലാഭത്തിലെത്തിയത്. ആദ്യമായി ലാഭം പ്രഖ്യാപിച്ചത് 2004. ആമസോണിലെ രസകരമായ ഒരു കാര്യം രാജിവെച്ചു പോയാൽ $5000 കൊടുക്കുമെന്നതാണ്. അതായത് ആമസോൺ അവരുടെ ജോലിക്കാർക്ക് കൊടുക്കുന്ന ഓഫറാണ് പേ ടു ക്വിറ്റ് എന്നത്. രാജിവെക്കാൻ ക്യാഷ്. നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും രാജിവെച്ചാൽ കേശോ എന്ന്. അതായത് ആമസോണിന് വേണ്ടി മോശമായി പണിയെടുക്കുന്ന ജോലിക്കാരെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇങ്ങനൊരു ഓഫർ നൽകുന്നത്. ജോലിയിൽ ഡെഡിക്കേഷൻ ഇല്ലാത്തവർ കമ്പനിയിൽ നിന്ന് റിസൈൻ ചെയ്യാൻ വേണ്ടിയാണ് $5000 കമ്പനി ഓഫർ ചെയ്യുന്നത്. മറ്റു കമ്പനികളിലൊക്കെ ജോലിക്കാർ പുതിയ ആശയങ്ങൾ കയ്യിലുണ്ടെന്ന് കാണിക്കാൻ വേണ്ടി പവർ പോയിന്റ് പ്രസന്റേഷൻസ് ഒക്കെ ആയിരുന്നു ഉപയോഗിച്ചിരുന്നത്. എന്നാൽ ഇങ്ങനെയുള്ള കമ്പനികളിൽ നിന്നും ആമസോണിനെ വ്യത്യസ്തമാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ 2004 ഇവർ ഇങ്ങനെയുള്ള പവർ പോയിന്റ് പ്രസന്റേഷൻസ് ഒക്കെ നിരോധിക്കുകയുണ്ടായി. പകരം ഇങ്ങനെയുള്ള ആശയങ്ങൾ ഒരു പേപ്പറിൽ എഴുതി സബ്മിറ്റ് ചെയ്താൽ മതി. ആമസോണിന്റെ മറ്റൊരു രസകരമായ സംഭവമാണ് 2017 ഡേറ്റിംഗ് ആപ്പായ ടിൻഡറിലൂടെ എഞ്ചിനീയർമാരെ റിക്രൂട്ട് ചെയ്യാൻ തീരുമാനിച്ചു എന്നത്. ആമസോൺ വെബ് സർവീസ് എന്ന ക്ലൗഡ് സേവനത്തിനു വേണ്ടിയാണ് എഞ്ചിനീയർമാരെ ടിൻഡർ എന്ന ഡേറ്റിംഗ് ആപ്പ് വഴി സെലക്ട് ചെയ്തത്. ആമസോൺ വെബ് സർവീസ് ഉപയോഗിക്കുന്ന ലോകത്തിലെ ഏറ്റവും മൂല്യമുള്ള മറ്റൊരു കമ്പനിയാണ് ആപ്പിൾ. 100 കോടിയിലേറെ ആപ്പിൾ ഉപകരണത്തിന്റെ ക്ലൗഡ് സർവീസിന് വേണ്ടി പ്രതിമാസം ആപ്പിൾ ആമസോണിന് നൽകുന്നത് $30 കോടി ആണ്. അതായത് ഏകദേശം 2056 കോടി രൂപ. 45,000-ഓളം റോബോട്ടുകൾ ആമസോണിന്റെ വെയർ ഹൗസുകളിൽ ജോലി ചെയ്യുന്നു എന്നതാണ് മറ്റൊരു പ്രത്യേകത. ആമസോണിന്റെ വെയർ ഹൗസിൽ ജോലിക്കാരെ അമിതമായി ജോലി ചെയ്യിക്കുന്നു എന്ന ആരോപണങ്ങൾ ഉണ്ടായതിനെ തുടർന്നാണ് റോബോട്ടുകളെ ജോലിക്കെടുത്തത്. 40 മിനിറ്റ് കൊണ്ട് $48 ലക്ഷം നഷ്ടമായി എന്നതാണ് മറ്റൊരു ഞെട്ടിപ്പിക്കുന്ന കാര്യം. അതായത് 2013 ആമസോൺ വെബ്സൈറ്റ് 40 മിനിറ്റ് നേരത്തേക്ക് പ്രവർത്തനരഹിതമായപ്പോൾ ഏകദേശം 33 കോടി രൂപയാണ് നഷ്ടം വന്നത്. അതുപോലെ 2017 ഏകദേശം 500 കോടി പാക്കേജുകൾ ഷിപ്പ് ചെയ്തു എന്നും പറയുന്നു.
കൂടാതെ 2007 എംപ്ലോയീസിന്റെ എണ്ണത്തിനെ അപേക്ഷിച്ച് 38 മടങ്ങ് എംപ്ലോയീസ് 2018 കണക്കുകൾ പ്രകാരം ആമസോണിൽ ജോലി ചെയ്യുന്നുണ്ട്. 2007 17,000 തൊഴിലാളികളാണ് ആമസോണിന് വേണ്ടി ജോലി ചെയ്തതെങ്കിൽ ഇന്നത് 6,47,500 പേരായി വർദ്ധിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മളെല്ലാവരും ഓൺലൈൻ ഷോപ്പിംഗ് നടത്തുന്ന ഒരു ഇ-കൊമേഴ്സ് സൈറ്റാണ് ആമസോൺ. അപ്പോൾ ആമസോണിൻ്റെ പിന്നിലുള്ള ഇത്തരം കാര്യങ്ങളൊക്കെ കഥകളൊക്കെ അറിഞ്ഞപ്പോൾ അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമുക്ക് നെക്സ്റ്റ് ടൈം വീണ്ടും കാണാം. ബൈ.